ഹലോ. അപ്പം ഇത് മഹാബലേശ്വർ ഡേ 2 തന്നെയാണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചു മാർക്കറ്റിൽ നിന്ന്. അപ്പം മാപ്പിൽ നോക്കുമ്പോൾ ഒരു 20 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ വെണ്ണ ലേക്കിലേക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് വെണ്ണ ലേക്കിൻ്റെ അവിടെ എത്തി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വെണ്ണ ലേക്ക്. അപ്പം അതിൻ്റെ അവിടെ എത്തി. അപ്പം നമ്മൾ ബോട്ടിംഗ് ചെയ്യാനാണ് വെണ്ണ ലേക്കിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് കുറച്ച് 1 ഹവറാണ് ബോട്ടിങ് ചെയ്യാൻ തരുന്ന സമയം. അപ്പോൾ 1 ഹവർ നമുക്ക് ഈ ലേക്കിലൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ ഒരു 5 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പം നല്ല അധികം വെയിലുമില്ല. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പെഡൽ ബോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ലേക്കിലൂടെ ഇങ്ങനെ പോവാണ്. അധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറ്റും എല്ലായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ലേക്കിലൂടെ ഇങ്ങനെ ബോട്ടിങ് ചെയ്തു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. അപ്പം പാട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. സംഗതിയൊന്നും ഇല്ലെങ്കിലൊക്കെ ക്ഷമിച്ചേക്കുക. പക്ഷെ രസമല്ലേ ഇങ്ങനൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ലേക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഇനി കുറച്ച് പാട്ടും കൂടി ഞാൻ പാടി തെറിപ്പിക്കാം. ഓലത്തുമ്പത്തിരുന്നോയലാടും ചെല്ലപ്പൈങ്കിളി, ബാലഗോപാലനെ ഇന്നത്തെ തെറ്റിക്കുമ്പം പാടടി. ഓലത്തുമ്പത്തിരുന്നോയലാടും ചെല്ലപ്പൈങ്കിളി, ബാലഗോപാലനെ ഇന്നത്തെ തെറ്റിക്കുമ്പം പാടടി. അങ്ങനെ പാട്ടൊക്കെ പാടി ബോട്ടിങ് ഇങ്ങനെ ചെയ്തു. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ഇപ്പോൾ ഇത്. ഒരു ഗുഹ പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. വെള്ളം വന്ന് കെട്ടിട്ട് കിടക്കുന്ന പിന്നെ ഒരു പ്രത്യേക സ്ട്രക്ചർ കേട്ടോ ഇവിടുത്തെ ലാൻഡിനും എല്ലാം. ഇതൊക്കെ മൊത്തം കാടാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ആകാശം വെള്ളം വന്നിട്ട് അവിടെ ഒരു ഹനുമാൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്. നമ്മൾ ബോട്ടിങ് ചെയ്ത് പോകുമ്പോൾ അത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോയി ഹനുമാൻ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മളിനി തിരിച്ചു കേട്ടോ, ബോട്ട് തിരിച്ചു. അപ്പോൾ ഏകദേശം 1/2 hour ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ചിട്ട് 1 hour ആണല്ലോ, അപ്പം തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ പോകണം. നല്ല രസമുണ്ടായിരുന്നു. ഈ മേഘങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ പെഡൽ ബോട്ട് അല്ലാതെ റോയിങ് ബോട്ടും പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വേറൊരാൾ നമുക്ക് തുഴഞ്ഞു തരുന്ന ടൈപ്പ് ബോട്ട്സും എല്ലാം ഉണ്ട്. നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാനിത് എടുക്കുന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കാറ്റൊക്കെ കൊണ്ട് പിന്നെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകാമല്ലോ. അപ്പം നമ്മളിതാണ് എടുത്തത്. ഇനി നമ്മൾ എത്താനായി കേട്ടോ, നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്താനായി. അങ്ങനെ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇതാ സെറ്റ് ആവാനായിട്ടുണ്ടായിരുന്നു സണ്ണ്. അങ്ങനെ നമ്മൾ പുറത്തെത്തി. അവിടെ നല്ല ബോയിലിംഗ് കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ തോതാപ്പൂരി വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
കഴിച്ച് ഇനി റൂമിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.